ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലില്ലോസ് വ്ളോഗ്. ഇന്ന് ഞാൻ കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൂടെ നടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് കേട്ടോ. നിലമ്പൂരടുത്ത്, പ്രോപ്പർ നിലമ്പൂരല്ല, നിലമ്പൂരടുത്ത് പറയാം. ഇതെൻ്റെ ചേച്ചിയുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള കേട്ടോ. ഞങ്ങൾ പോവാൻ സമയത്ത് എടുത്ത വീഡിയോ ഉണ്ട്. അതായത് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ചടപടേ എന്നുള്ള ഓട്ടമായിരുന്നു. ഇത് കുളമാണ് കേട്ടോ. ഒരു കുറേ ഇങ്ങനെ വാഴകളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ നടുക്കുള്ള ഒരു കുളമാണ് കേട്ടോ. ഇതിൽ നിറയെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ. അത് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. കുറച്ച് പിടിച്ച് കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്യാമറ പിടിച്ച് തരുന്നത് എൻ്റെ വലിയച്ഛൻ്റെ മകനാണ് കേട്ടോ. അത് ചേച്ചിയുടെ അനിയനാണ്. പിന്നെ ഇവിടെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ കുട്ടി മീൻസ് ഒരു 5th സ്റ്റാൻഡേർഡ് 6th പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഇവിടുന്ന് അന്ന് ഇതൊന്നും അത്രയും വലിയ ഇങ്ങനെ മതിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ അരുവി പോലെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊക്കെ മീൻ പിടിച്ചിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് ചെറുതാവുമ്പോൾ. പിന്നെ ഈ ഇല എന്തിൻ്റെ ഇലയെന്ന് ഞാൻ ചോദിക്കട്ടെ. ബാക്കിൽ എൻ്റെ ചേച്ചിയുടെ കുട്ടിയുണ്ട്. അപ്പോൾ അവളോട് ചോദിക്കുകയാണ് എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ കമൻ്റൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. കുറേ മീനുകളുണ്ട് കേട്ടോ. മീനുകൾ കണ്ടപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഈ ഭാഗത്തൊന്നും ഇങ്ങനെ ഇത്രയും വെള്ളമുള്ള സ്പേസൊന്നുമില്ല. ഏട്ടൻ്റെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു ഭയങ്കരമായിട്ടൊരു നൊസ്റ്റു അടിച്ചു. നല്ല സ്ഥലമാണ് കേട്ടോ. ഇവിടേക്ക് വന്ന സമയത്തൊക്കെ നൈറ്റിലൊക്കെ നന്നായിട്ട് എന്താ പറയുക, വിറച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ അത്രയും തണുപ്പായിരുന്നു. പിന്നെ ഞാൻ കുറച്ചത് ടാസ്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടുന്ന് അങ്ങോട്ട് കിട്ടൊരു പാലാണ്. അതിൻ്റെ മുകളിൽ കൂടെ കാല് നല്ല വെഴുതു കിട്ടാ. എന്തോ പോസ്റ്റിൻ്റെ എന്തോ ആണ് അങ്ങനെ ഇട്ടിട്ടുണ്ട്. 3 ഇതായിട്ട് ഇട്ടണത്. അതിലിങ്ങനെ നടക്കണേക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു അങ്ങനെ വീണാലോ എന്ന്. ഇന്നലെ റിസ്ക് എടുക്കാൻ തീരുമാനിച്ച് വെറുതെ നടന്ന്. നല്ല പേടിയായിരുന്നു കേട്ടോ അങ്ങനെ നടക്കാൻ. ബാഗിൽ നിന്നിട്ട് ചേച്ചിയുടെ കുട്ടി പറയുന്നുണ്ട് ഇങ്ങനെ, എന്തിനാ മാം അങ്ങനെ പേടിക്കുന്നത്, നടന്നു. കാരണം അവർക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ആയതാണ്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഞാൻ ഇവ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി പോയി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകുമ്പോഴത്തുള്ളൊരു സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷെ ഇത് ഭയങ്കര രസമുണ്ട്. ആ കുന്നും അല്ലെങ്കിൽ ആ പാടമൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ച് തട്ടി കൂട്ടി ഒന്ന് ഒപ്പിച്ചെടുത്തതാണ്. ടാറ്റ ബൈ ബൈ, സീ യു.